സത്യം പറഞ്ഞാൽ പായസം ഒന്നും 2 ഗ്ലാസ് കൂടുതൽ കുടിക്കുകയും ചെയ്യില്ല. നീ എത്ര എണ്ണം കുടിച്ചു? 7 ഗ്ലാസ്. അത് 2 അല്ലല്ലോ, 2 കുഴപ്പമില്ല. അല്ല, നീ എത്ര കപ്പ് കുടിച്ചു? ഇതെന്തോന്ന് മയില? 4 കപ്പോ? 14 കപ്പെന്ന് എങ്ങനെ വിരളി കാണിക്കും? 14 കപ്പോ? നിന്റെ കൊച്ചാമാശയം വെച്ച് 2 തലമുറക്കുള്ള പായസം കുടിച്ചല്ലേടാ നീ? സീസൺ ടൈം അല്ലേ, നമുക്ക് ഇപ്പോഴൊക്കെ അല്ലേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കോളേജിലെ പരിപാടി അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ സ്കൂളിലെ ഓണാഘോഷ പരിപാടി. ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ മുൻകൈ എടുത്ത് നിൽക്കണം അത്തപ്പൂക്കളം ഇടാനുള്ള എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് പൂ വാങ്ങിക്കാൻ പോകും. ഓ ആടാ, എനിക്ക് ഇപ്പോഴേ ഫീൽ അടിക്കുന്നത്. ഓ, എന്നിട്ട് അതിൽ നിന്ന് മിച്ചം വരും പൈസ. നമ്മൾ അതിന് പോയി പടം കാണും. ഞാനങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞ, അങ്ങനെ ചെയ്യുന്ന കുറെ പേര് എനിക്കറിയാം. നമ്മളാ കൂട്ടത്തിലല്ലല്ലോ, ഇതിപ്പോ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അവന്റെ പേര് ഞാൻ മറന്നു. ഒരു മെലികിരിക്കുന്ന ഒരുത്തന്നെ മാവേലി ആക്കിയതിന് ഓർമ്മയുണ്ടോ? എടാ, ബോഡി ഷെയിം ചെയ്യല്ലേ, എനിക്കത് ഇഷ്ടമല്ല. അത് അങ്ങനെ പാടില്ല, ബോഡി ഷെയിം ചെയ്യരുത്. സോറി. നിനക്ക് ആളെ പിടി കിട്ടിയോ? മനസ്സിലായി. മറ്റേ കൊതുകിനെ പോലെ ഇരിക്കുന്നവനല്ലേ? അത് തന്നെ, അശ്വിൻ. ഈ സദ്യയൊക്കെ കഴിഞ്ഞ് അടുത്ത നമുക്ക് കളികളൊക്കെ കളിക്കണ്ടേ? അയ്യോ ശരി, ഇനി ഏതൊക്കെ കളിയാ കളിക്കാനുള്ളത്? ഇനിയുള്ളത് വളമടി, ഉറികടി, പിന്നെ കസാരവളി. അളിയാ, നീ ഇപ്പൊ പറഞ്ഞ് തെറ്റിച്ചാണോ പറഞ്ഞത്? ആര്, ഞാനാ തെറ്റിച്ച് പറയാനാ? ഇന്ന് പോടാപ്പ, നീ എത്ര കപ്പ് പായസം കുടിച്ചെന്ന് പറഞ്ഞു? 7. വെറുതെ അല്ല, നീ കേൾക്കുന്ന തെറ്റിച്ചായിരിക്കും കേട്ടെ. ശരിയാടാ, കിക്കായി. ശരിയാടാ, ഇനി അവന്മാര് പായസം കൊണ്ടുവന്ന് കുടിക്കണ്ട. ഇപ്പൊ തന്നെ നീതാ ഉറി അടിയെന്നൊക്കെയാ കേട്ട, കിക്ക് അടിച്ച് ചുമ്മാ. അടുത്ത സെറ്റ് തക്കാളി പായസം റെഡി ആയിട്ടുണ്ട്, ആർക്കൊക്കെ വേണം?